രാവിലെ തന്നെ റിനാഫ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ടൂറാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാൽ ഓക്കെ അങ്ങനെ വണ്ടി കയറി ഇരുന്നതിന് ശേഷം എന്നോട് വെച്ച് എനിക്ക് എന്താ പണിയൊന്നുമില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഓ എനിക്ക് പണിയൊക്കെ ഉണ്ട് തിരക്കാണെന്ന്. അന്നേരം ഒരാൾ പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ പണിനെ പറ്റിയിട്ട് നിങ്ങൾ എന്നെ കേട്ട് നോക്കി നോക്കിട്ടോ. മുതലാളി എനിക്ക് ഇങ്ങനെ മയത്തൊന്നും പണിയെടുക്കാനാകില്ല. അത് മുതലാളി കുത്തിരി കൊണ്ടുപോയിക്കുക, കമ്പി എടുത്തിട്ട് വരിക, ഇതെല്ലാം മുതലാളി ചെയ്യണം. പറയുന്ന കേട്ടപാടാൻ നമ്മളെ രഞ്ജിത്തേട്ടൻ്റെ ചിരി കണ്ടതിന് ശേഷം ഒന്നും നോക്കിയില്ല കേട്ടോ. അന്നേരം തന്നെ ഉണ്ട് ആര് വിളിക്കുന്നത്, നമ്മളെ ജിക്കുവിൻ്റെ ഓള് വിളിച്ചിട്ട് പറയുന്നത് എല്ലാ ഗൂഗിളിൽ എന്തോ ലഡുവിൻ്റെ എന്തോ ഒരു കാര്യം. അത് കേട്ടപാടാൻ ഓനെന്താ ലഡു എന്ന് പറഞ്ഞു ഓനൊന്നും അറിയില്ല കേട്ടോ. അന്നേരം തന്നെ നമ്മളെ റിനാഫിനോട് ചോദിച്ചാൽ നമ്മളെ അടുത്തൊക്കെ ടൂർ പോകുന്നതെന്ന്. അന്നേരം എനിക്ക് മനസ്സിലായെന്ന് വെച്ചുകൊണ്ട് എന്നെ പറ്റിച്ചെന്ന്. അങ്ങനെ നോക്കുന്ന സമയത്തല്ലേ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ ഓനെന്നോട് ചോദിച്ചാൽ എല്ലാം മോനെ നിനക്ക് ഇതിനെപ്പറ്റി എന്താ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഓ എനിക്ക് ഇതിനെപ്പറ്റി അറിയാണ്ടെന്നാ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞുതരാമെന്ന്. ഡോക്ടറെ അടുത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ അങ്ങ് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എൻ്റെ ഡിസ്കിന് വല്ലാണ്ട് കംപ്ലയിൻ്റ് ഉണ്ട്, ഇത് ബുദ്ധീൻ്റെ ചെറിയ പ്രശ്നവും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ അന്നേരം തന്നെ പറഞ്ഞു ഡിസ്ക് എൻ്റെ അടുത്ത് 2 ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ വെച്ചാൽ അല്ല ഡിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോകാൻ എനിക്കൊരു സാധനം കന്നു, ഇതാണ് എൻ്റെ ഡിസ്ക് എന്ന്. ഇത് കേട്ടപാടൻ എൻ്റെ മക്കളെ ഒന്നും നോക്കിയില്ല, ഞാൻ അടക്കിടുന്ന് നന്നായിട്ട് ഉറങ്ങി. നല്ലൊരു പാട്ട് പാടുത്തതിന് ശേഷം ഞാൻ പിന്നെ എണീറ്റിക്കില്ല. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.